Hi friends, foodie എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം ആണ് മുളപ്പിച്ച പയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. നല്ല പ്രോട്ടീൻ ആണ്. ജിമ്മളിയന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് മുളപ്പിച്ച പയർ. ഇത് ചുമ്മാ വെള്ളത്തിൽ പച്ചക്ക് തിന്നാലും നല്ല ഗുണമാണ് ശരീരത്തിന്. നമുക്ക് ഇത് വെച്ച് ഒരു കറി ഉണ്ടാക്കാം. കറിച്ചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോഴത്തേന് ചെറുള്ളി ആട്ടിടാവുന്നതാണ്. ചെറുള്ളി മാത്രമുള്ള സവാള ഇല്ല. ചെറുള്ളി ചേർത്തുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറുള്ളി ഇടുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും. ചെറുള്ളി ഇട്ട് കറി വെച്ചാലാണ് നല്ല ടേസ്റ്റാണ്. ഉള്ളി മൊരിഞ്ഞ് വരുമ്പോഴത്തേന് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ചതച്ച വെളുത്തുള്ളി ആട്ടാവും. തൊലിയോട് കൂടി ചതച്ച വെളുത്തുള്ളി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുള്ളി നന്നായിട്ട് മൊരിയണം. കുറച്ച് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കുക. കരിയാപ്പില ഇടുമ്പോഴത്തേനും നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ പച്ചമുളകല്ല ചേർക്കണേ, കാന്താരി മുളകാണ് കേട്ടോ ചേർക്കണേ. ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് മുളപ്പിച്ച പയർ ആഡ് ചെയ്യാം. 1/4 കിലോ പയറാണ് എടുത്തത്. സിമ്പിളാണ് മുളപ്പിക്കാൻ. ഒരു 3 ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പയർ തന്നെ മുളച്ചോളും. കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കരിയാപ്പില ആഡ് ചെയ്യാം. ലേശം വെള്ളം ഒഴിച്ചു വെക്കാം. പയർ വേവാൻ വേണ്ടിയാണ്. അധികം വെള്ളം വേണ്ട. മുളപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് വേവും. 1/4 സ്പൂണ് പേരിന് മാത്രം കുറച്ച് മല്ലിപ്പൊടി ഇടും. പയർ നന്നായിട്ട് തിളച്ചു തുടങ്ങി. വെള്ളം ഇറ്റിയ ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ. വെള്ളം ഡ്രൈ ആയി. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ഉപ്പുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ട്, ഓക്കെയാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി 1/4 സ്പൂൺ കുരുമുളക് പൊടി മതിയാവും. തേങ്ങാപ്പാലിൻ്റെ മധുരവും കുരുമുളക് പൊടിയുടെ എരിവും കാന്താരി മുളകിൻ്റെ ഫ്ലേവറുകൾ കൂടി കൂടുമ്പോഴത്തേക്കും കറി വേറെ ലെവല്. പുട്ടും പപ്പടവും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും നമ്മുടെ പയർ കറി. കുറച്ച് തേങ്ങാപ്പാൽ കിടന്ന് വേവണം. പാലധികം തിളയ്ക്കാണ്ട് നോക്കണം. ഇളക്കി കൊടുക്കണം. കറി നല്ല കുറുകി കിടക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റുള്ളൂ. ചാറൊക്കെ നന്നായിട്ട് കുറുകി. തീ കുറച്ചിടുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എങ്ങനെയുണ്ട് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മുളപ്പിച്ച വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാന്താരിമുളകിൻ്റെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ഒരു ഡിഷാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ശരീരത്തിന് ഇത്രയും ഗുണമുള്ള ഡിഷ് വേറെ ഇല്ല. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. Press the bell icon on the YouTube app and never miss another update.